അമ്മ ഭഗവതി തന്നെ പെരുമയേറിയിടുന്ന തിരുഗാഥകൾ പരിധിയില്ലാതെ എഴുതുവാൻ കനിയണേ പരമസ്വരൂപനെ ഗണപതിയെ. ശക്തി ഗണപതേ നീയമരുന്നൊരി മുക്തി സങ്കേതമാം കുര്യൻ വിള എത്തുന്ന ഭക്തർക്ക് അഭയമായിടുന്നു എത്താത്തവർക്കെന്നും ആഗ്രഹവും. മുക്കണ്ണൻ പുത്രിയാം ഭദ്രകാളീശ്വരി മുപ്പാരിടത്തിനും അമ്മയായി മർത്യവംശത്തിന് നന്മകളേകിയും മൊത്തമായി തിന്മയ്ക്ക് ശത്രുവായും കുര്യൻ വിളയിലെ ഈ മഹാകോവിലിൽ കരളിനു കുളിരായി കൺദീപമായി കുടികൊണ്ടിടുന്നല്ലോ കാലങ്ങളായി പടി താണ്ടി വരുവോർക്കു പുണ്യമായി. പതിറ്റാണ്ട് കൊട്ടാരം വൈദ്യരായൊരു പത്മനാഭൻ വൈദ്യര് നിപുണജന്മം മാന്ത്രികം വൈദ്യ ചികിത്സയിൽ നാട് പ്രാകോട് ദേശത്തില് നിത്യമുപാസിച്ചു പൂജിച്ചു ഭദ്രയെ നിസ്വാർത്ഥ ചികിത്സകൻ തൻ വാഴ്ക്കയിൽ നാൾ തോറുമാവിധി ഭദ്രകാളി തന്റെ നിരുപമ വരദാന ഭാജനമായി. വൈദ്യത്തിനായി ജലം ശേഖരിക്കുന്നത് വൈദ്യരോ വന്നു നീരൂറ്റിൽ നിന്ന് ഒരു നാളിലോ നീർനിലച്ചുപോയി അവിടെയോ ഉടനെ കുഴിച്ചല്ലോ കിണറതൊന്ന്. എങ്കിലാ കൂവത്തിൽ ചെമ്പൂറ്റു ജലമല്ലോ സങ്കടമായി അത് കണ്ട നേരം വൈദ്യർ തൻ നിദ്രയിൽ സ്വപ്നദർശനമേകി ഭദ്രയാ തുമ്പം പരിഹരിച്ചു. മത്സ്യാകൃതിയിൽ രുദ്രാക്ഷ സ്വയംഭൂവായി മരുവുന്ന ഞങ്ങൾ തൻ ചൈതന്യമോ മാസത്തിൽ അവസാന വെള്ളി പൗർണമി നാളിൽ മഹാഭിജിത് മുഹൂർത്തത്തിലായി ഗംഗയെ ആവാഹിച്ച് പഞ്ചശുദ്ധിയിൽ മംഗളമാം പൂജ ചെയ്തുവെന്നാൽ നീരിൽ നിന്നും പുറത്തേക്കു വരും ഞങ്ങൾ നേരിന്റെ സ്വപ്നഭാഷ്യം ഇതുതാൻ. പൂജയാരംഭിച്ചു വൈദ്യർ ശിഷ്യരുമായി പൊന്തിനമതിനായി കാത്തിരുന്നു. ഒടുവിലാ ദിനമതിൽ അർദ്ധരാവതിലായി ഒരു ഹുങ്കാര ശബ്ദമിടിമുഴക്കം. വഞ്ചലപ്രളയമോ കിണറിൽ നിന്നും വന്നു മത്സ്യവും ഒന്നു പുറത്തു വന്നു. വിഷ്ണുവിൻ ദേഹവും അമ്മതൻ ദേഹിയും വിശ്വാംബിക അവതാരമായി. മത്സ്യാവതാരത്തിരൂപിണിയായി മണ്ണിൽ കുരിയൻ വിളയംബിക ഭക്തരെ കൺപാർത്തും കാരുണ്യമേകിയും ഭക്തവത്സലയായി വാണിടവേ ഒരു നാൾ സമാധിയായി പത്മനാഭൻ വൈദ്യർ വരവായനന്തരം മാടുവൈദ്യർ മകനായൊരാമാടുവൈദ്യരും മാന്ത്രികൻ മഹിയറിഞ്ഞിടും ചികിത്സകരും. ശാസ്ത്രവിധിയിൽ ദാരുനിർമ്മിത ക്ഷേത്രമൊന്നു പണിഞ്ഞിടുവാനായി അരുളിയല്ലോ ദർശനത്തിനാൽ അംബിക അന്നൊരിക്കൽ മാടുവൈദ്യരോട്. അപ്രകാരം ക്ഷേത്രമൊന്നു പണിഞ്ഞിതേ ഒപ്പമായി രണ്ടു തിരുമുടിയും ഭദ്രനീല കേശിമാർത്തൻ തിരുമുടി ഭക്തി എഴുന്നള്ള തിരുമണിമുടി. ക്ഷേത്രം പണി തീർന്ന നേരം സ്വയംഭൂ വൃക്ഷമോ കണ്ടു കന്നിമൂലയിൽ
പൊൻപാലമരമായതിനാൽ നടത്തി പർണയേറ്റും പിന്നെ കാളിയൂട്ടും. കാലാന്തരെ മാടുവൈദ്യർ സമാധിയായി കോവിലിൽ പൂജകളും മുടങ്ങി. കാലടികൾ പിന്തുടരാതെ തലമുറ കാണിച്ചലം ഭാവം അവഗണന. കാര്യങ്ങളിങ്ങനെ സംഭവിച്ചൊരു വേള കൊണ്ടുപോയി സൂക്ഷിച്ചു തിരുമുടികൾ. പാർത്ഥിവപുരം ക്ഷേത്രേ നീലകേശിമുടി, പിന്നൊന്നു ഭദ്രകാളി തിരുമുടി. മൂവോട്ടുകോണം ക്ഷേത്രത്തിലും വെച്ചു പൂർണ്ണമായി പൂജകളും നിലച്ചു. ദേവിതൻ കോപാത്തി അത്യുഗ്രമായി, ദേശത്തിനാകെയും നാശമായി. തിരുസമാധി മുമ്പ് തന്നെ ചിത്രമോ വരച്ചിടാൻ മാടുവൈദ്യർ കൊതിച്ചു. ചിത്രകാരൻ വന്നു വൈദ്യർ തൻ ചിത്രമോ ചിത്തെ കൊതിച്ച പോലെ വരച്ചു. ദേശത്തിലാകെ വസിക്കും ജനത്തിന് ഭേഷായ സദ്യയതും കൊടുത്തു. അമ്മ തന്നിൽ വിലയം ചെയ്ത വൈദ്യരു അന്നുമിന്നും മഹാത്മാവു തന്നെ.